ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ രാത്രിയിലെത്തി, രാവിലെ പുലർച്ചെ 3 മണിക്കെത്തി. ഓ ശരി. ഞാൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. സിദ്ദീഖ് ഇങ്ങനെ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ബ്രീഫിംഗ്. ഇനി അങ്ങോട്ട് ഇന്നിപ്പം മിനിസ്റ്ററോട് ഇപ്പോൾ സംസാരിച്ചു ഞാൻ. മിനിസ്റ്റർ പറഞ്ഞത് ഇന്നിപ്പോൾ മറ്റേ സംസ്കാര ചടങ്ങാണുള്ളത്. അതെ. ഇനിയിപ്പോൾ ഇവിടെ തിരിച്ചറിയാത്ത ബോഡി ഉണ്ടല്ലോ, 6-7 ദിവസമായല്ലോ. ആ ബോഡി സംസ്കരിക്കുക എന്നുള്ളതാണ് കോമണായിട്ട്. അത് പഞ്ചായത്ത് തന്നെ താല്പര്യമെടുത്തു. സർവകക്ഷി യോഗത്തിൻ്റെ ഒരു ലോക്കൽ ബോഡി ഗവൺമെൻറ് ആണല്ലോ. ലോക്കൽ ബോഡി ഗവൺമെൻറ് എന്ന നിലയ്ക്ക് HMLൻ്റെ ഭൂമി അവർ തന്നെ സംസാരിച്ച് ക്ലിയർ ചെയ്തു. 65 സെൻറ്റ് 69 സെൻറ്റ് ഭൂമി കിട്ടി. അത് കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്തു. ഇവിടെ സർവകക്ഷി യോഗത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. അപ്പോൾ ആ തീരുമാനം ജില്ലാ ഭരണകൂടം അംഗീകരിച്ചു. ജില്ലാ ഭരണകൂടം അംഗീകരിച്ചതിന് ശേഷം ഗവൺമെൻറ്റിലോട്ട് ഗവൺമെൻറ് അതിൻ്റെ GO ഇറക്കി. അങ്ങനെയാണ് ഇന്നലെ അവിടെ കുഴിയെടുക്കാൻ തുടങ്ങിയതും ഇന്നലെ 8 ബോഡി സംസ്കരിച്ചതും. കിട്ടുന്ന ബോഡികൾ ജീർണിക്കാതെ അത് സംസ്കരിക്കാനുള്ളൊരു സാഹചര്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ഗൗരവമായി ഇടപെട്ടിട്ടുണ്ട് പഞ്ചായത്ത് ഭരണസമിതി. ഇവിടുത്തെ MLA സിദ്ദീഖാണെങ്കിലും ഇവിടുത്തെ സർവകക്ഷി നേതാക്കളും ഗവൺമെൻറ്റും എല്ലാവരും. പക്ഷെ ഇനി ഭാവിയിലേക്ക് ഞാൻ ആ ഏരിയയിൽ വ്യക്തിപരമായിട്ട് ബന്ധമുള്ളൊരു വ്യക്തിയാണ്. മുണ്ടക്കൈ മേഖലയിൽ ഇത് സിദ്ദീഖിൻ്റെ കോൺസ്റ്റൻസിയാണ്. 2019 പുത്തുമല സംഭവിച്ചത്. പുത്തുമല എന്നൊരു 2 കിലോമീറ്ററാണല്ലോ ചൂരലമല. അവിടെ 3.5 കിലോമീറ്ററാണല്ലോ മുണ്ടക്കയം. അതിന് തൊട്ടപ്പുറത്താണല്ലോ കവളപ്പാറ. ഈ ചാലിയാർപ്പുഴ ഉത്ഭവിക്കുന്നത് അവിടെ നിന്നാണല്ലോ. ഐസേക്ക് രാവിലെ തന്നെ ഇത് അറിഞ്ഞ് ഓടി അവിടെ വന്ന് സിദ്ദീഖ് പറഞ്ഞു. അത് ഞങ്ങളെല്ലാവരും എത്തി. മാത്രമല്ല ഇനി അവിടെയുള്ള കുടുംബങ്ങൾ 2 വാർഡിലാണ്. നമ്മൾ ഈ വാർഡെടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു വാർഡിൽ 400-450 വീടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഏരിയയിൽ ടോട്ടൽ അത്ര, ബാക്കി ഫോറസ്റ്റ് ഏരിയ, എസ്റ്റേറ്റ് ഏരിയ ആണ്. അവരുടെ ഇനിയെങ്കിലും ഒരു ജീവൻ പൊലിയാത്ത രീതിയിലേക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഈ സംസ്ഥാനത്തെ സർവകക്ഷി നേതാക്കളുടെ അഭിപ്രായങ്ങൾ തേടി അവരെ പുനരധിവസിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തണം. മാതൃകാ ടൗൺഷിപ്പ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾ, നമ്മൾ ക്യാമ്പ് സന്ദർശിച്ച് അവർ പറയുന്നത് ഇവിടെ ചില അസ്വസ്ഥതകൾ ഞങ്ങൾക്കുണ്ട്, എത്ര കാലം ഞങ്ങൾ ക്യാമ്പിൽ നിൽക്കുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ തൽക്കാലം നമുക്ക് അത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പഞ്ചായത്ത് മാത്രം നോക്കണ്ട, തൊട്ടടുത്തടുത്തുള്ള പഞ്ചായത്തുകളൊക്കെ നോക്കി ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെയുള്ള ആളുകളുടെ വീടുകളൊക്കെ ഉണ്ടാവും സൗജന്യമായിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ വാടകയ്ക്ക് അനുവദിക്കാനൊക്കെ ഉള്ള സാഹചര്യം. അങ്ങനെ വീടുകൾ കണ്ടെത്തി ഇവരെ വീട്ടിലേക്ക് സുരക്ഷിതമായി മാറ്റണം. അത് മാറ്റിക്കഴിഞ്ഞ് ഇതിൻ്റെ കംപ്ലീറ്റ് വാടക ഗവൺമെൻറ് കൊടുത്തുകൊണ്ട് എന്നിട്ട് ഇതൊരു പഠനത്തിന് വിധേയമാകണം. ഓരോ കുടുംബത്തിന് എത്ര സ്ക്വയർ ഫീറ്റ് വീടാണുള്ളത്, എത്ര സെൻറ്റ് ഭൂമിയുണ്ട്, അത്രയും സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവരും ആഗ്രഹിക്കുന്നു ഒരു വീട് വേണം, അത്രയേ ഉള്ളൂ. ആ സാഹചര്യത്തെക്കുറിച്ച് ഗവൺമെൻറ്റുകൾ വളരെ വ്യക്തമായുള്ളൊരു വേഗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി പ്രത്യേക ഒരു നോഡൽ, അത് മുഖ്യമന്ത്രിയുടെ സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉപപ്രതിപക്ഷ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബും പറഞ്ഞിട്ടുണ്ട്. ഒരു നോഡൽ ഓഫീസറെ IAS ലെവലിൽ 1-2 നോഡൽ ഓഫീസർ ഇട്ട് ഇതിനൊരു ഓഫീസ് ഇവിടെ ഫങ്ഷൻ ചെയ്യണം. എന്നിട്ട് അവിടെ നിന്ന് ഓരോ കുടുംബത്തിൻ്റെയും ഡീറ്റെയിൽസ് എടുത്ത് അവരുടെ ജീവിത രീതി അങ്ങനെ പഠിച്ച് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരു 5-6 മാസത്തിൻ്റെ ഉള്ളിൽ ചെയ്തു കൊടുത്തില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മൾ പോകും. ഇനി എൻ്റെ ഒരു അഭിപ്രായം, ഇനി ആ കുടുംബത്തെ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്നൊരു പേടി മാത്രമല്ല, അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇളകിയിരിക്കുക മാത്രമല്ല, അവിടെ ഞാൻ ചോദിക്കട്ടെ, അവർ 83 അവിടെ ചെറിയൊരു ഉരുൾപൊട്ടി എന്നാണ് പറയുന്നത്. 84-83 18 പേരാണ്ട് മരിച്ചില്ലേ? 18 അല്ല, 2019 22 പേര് പോയി പുത്തുമല. ഇവിടെ 84 പിന്നെ ഉരുൾപൊട്ടിയിട്ടുണ്ട്. ജില്ലയുടെ പല ഭാഗങ്ങളിൽ ഈ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ എൻ്റെ മണ്ഡലത്തിൽ തന്നെ അമ്പൂത്തി മലയിൽ ഒരു 150 മീറ്റർ വിള്ളലുണ്ട്. അതവരും ആ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുക. ഇപ്പോൾ ഇവരോട്
നിങ്ങളെല്ലാവരും MLA ആണെങ്കിലും ശരി, സിസ്റ്റം ആണെങ്കിലും ശരി, സന്നദ്ധ പ്രവർത്തകരാണെങ്കിലും ശരി, അതൊരു മാതൃകാപരമായ ഒരു രക്ഷാപ്രവർത്തനമാണ് കഴിഞ്ഞൊരു 5 ദിവസം നടത്തിയത്. അത് ആരെയും കുറ്റം പറയാനില്ല. നിങ്ങളാണെങ്കിലും ശരി, അത് സർക്കാരാണെങ്കിലും ശരി, സന്നദ്ധ സംഘടനകൾ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മാതൃക പുനരധിവാസത്തിൽ നമുക്ക് ഉണ്ടാകണം. ഇപ്പോൾ ഇവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് ഞാനിപ്പോൾ മിനിസ്റ്ററുടെ അടുത്ത് പറഞ്ഞപ്പോൾ മിനിസ്റ്റർ ഇന്നിപ്പോൾ CMO ആയിട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞു. അതായത് ഇവരുടെ കയ്യിൽ പൈസ ഇല്ല. ഇത് പൈസ വരുമായിരിക്കും, നഷ്ടപരിഹാരം പിന്നീട് കിട്ടും. പക്ഷേ ഇവർക്ക് ഒരു 1000, 2000 രൂപ, 500 രൂപ ഇവരുടെ കയ്യിലെടുക്കാനില്ല. ഇല്ല. കുട്ടികളൊക്കെ ആയിട്ടാണല്ലോ, കാര്യം എല്ലാം ഈ വീട്ടിൽ വെച്ച് വന്ന് വീടങ്ങ് അടിച്ചു. അപ്പം ആധാരമൊക്കെ എല്ലാം പോയി. അതിനിപ്പോൾ സംവിധാനം ഉണ്ടാക്കാൻ പോകും. സിംഗിൾ വിൻഡോ ഓഫീസിൻ്റെ ഇപ്പോൾ തുറക്കുമെന്ന് മിനിസ്റ്റർ ഇപ്പോൾ എനിക്ക് ഉറപ്പ്. പൈസയുടെ കാര്യം അല്പസമയത്തുള്ളിൽ തീരുമാനിക്കും. അതൊന്ന് ആലോചിച്ചാൽ ഈ ഒരു പ്രേക്ഷകർ എന്നെ വിളിച്ച് പറഞ്ഞത് ഇവരുടെ കയ്യിലൊക്കെ പൈസ ഉണ്ടാവും. അവർ പറയുന്നത് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. അവർ പറയുന്നത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. നമ്മുടെ ഫുഡ് ഐറ്റംസ് കൊടുക്കുന്നു, ഡ്രസ്സ് കൊടുക്കുന്നു മാത്രമല്ല, വളരെ പെട്ടെന്നൊരു കുടുംബത്തിന് അവർക്ക് സാമ്പത്തികം ഉണ്ടാകണം. സ്വാഭാവികമായിട്ട് പറഞ്ഞല്ലോ, അവരുടെ ഈ സ്വർണ്ണങ്ങൾ പോയി, അവരുടെ എല്ലാ വരുമാനം പോയി, പോക്കറ്റ് മണി അവർക്കില്ല. പോക്കറ്റ് മണി കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അടിയന്തരമായി 10,000 രൂപ, 25,000 രൂപ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷെ അത് വളരെ അത്യാവശ്യമാണ്. ഒരു യാഥാർത്ഥ്യം, ഒരു മനുഷ്യനെ സംബന്ധിച്ച് പോക്കറ്റിലൊരു നയ പൈസ ഇല്ലെങ്കിൽ കൈനീട്ടാൻ കഴിയുമോ? അവിടെ നിൽക്കുന്ന പ്രായം ചെന്ന മനുഷ്യരുണ്ടല്ലോ, വീടിന് ഗൃഹനാഥനാണല്ലോ, 2-3 മക്കളുമൊക്കെ ഉണ്ട്, ഭാര്യയുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഒരു മോനെന്ന് പറഞ്ഞാൽ കൈനീട്ടണം. നമുക്കൊരു സിംഗിൾ ഓഫീസർ ഉണ്ട്, ആ ഓഫീസറോട് പറഞ്ഞാൽ എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ അല്ലേ, പിന്നെ ഒരു മനുഷ്യനാണ് പോക്കറ്റിൽ ഒരു ചെറിയൊരു തുകയെങ്കിലും 500-1000 രൂപയെങ്കിലും ആദ്യം കൊടുക്കുക, ബാക്കി സമയം മതി. ഘട്ടങ്ങളായിട്ട് കൊടുത്തിട്ട് പോക്കറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണേ. മിനിസ്റ്ററോട് പറഞ്ഞു, മിനിസ്റ്റർ ഇപ്പം CMO ആയിട്ട് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കും. തീർച്ചയായിട്ടും അക്കാര്യത്തെക്കുറിച്ച് വളരെ ഗൗരവം. താങ്ക് യു. എല്ലാ സപ്പോർട്ടും ഉണ്ടാകണം, 100%. എല്ലാ സപ്പോർട്ടും. നമ്മൾ ഇനിയൊരു ജീവൻ പൊലിയാതെ നമുക്ക് അവരെ പുനരധിവസിപ്പിക്കുന്നതുവരെ നിങ്ങൾ നമ്മുടെ കൂടെ തീർച്ചയായിട്ടും 100% ഉണ്ടാവും.